ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണിച്ചാൽ എന്നെ അവിടെയും ഫോളോ ചെയ്ത് അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇല്ല വെച്ചാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസും കിട്ടും. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, മെമ്പർ ആവുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് മെമ്പേഴ്സിനാണ് ആദ്യം അത് കാണാൻ പറ്റുക. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്, സ്കോർപ്പിയോയുടെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർ. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ചാരിയറ്റ്. ഔട്ട്കം. അപ്പോൾ സ്കോർപ്പിയോ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി സ്ലോ മൂവിങ് എനർജിയാണ്. കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കുറേ സമയം എടുക്കണ എനർജി. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇത് അപ്ലൈ ചെയ്ത റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് കുറച്ചൊരു സ്റ്റാഗ്നൻസി ആയിരിക്കാം. ഈ സമയത്ത് ഒന്നും പറഞ്ഞാൽ അങ്ങനെ കുറേ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഒന്നുമില്ല. പറഞ്ഞാൽ കുറേ സ്ലോ റൂട്ടീൻ മാതിരിയാണ് കാര്യങ്ങൾ നടക്കണത്. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ബാക്കിയിൽ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. റൊമാൻസും അതൊന്നും അത്ര പ്രയോറിറ്റി അല്ല. ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കരിയറിലായിരിക്കും. കുറേ എഫേർട്ട് നിങ്ങളുടെ അവിടെയാണ് പോണത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറച്ചൊരു റൂട്ടീൻ മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം ഈ പേഴ്സൺ കുറച്ചൊരു ലെഫ്റ്റ് ഔട്ടായി ഫീൽ ചെയ്യണു. അവർക്ക് ഇൻസെക്യൂരിറ്റി കൂടണു. ഈ അവർ ചിലപ്പോൾ കുറേ നെഗറ്റീവായിട്ടായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഇപ്പോൾ മുമ്പത്തെ മാതിരി അങ്ങനെ ഒരു എഫെക്ഷൻ ഇല്ല. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ എനർജിയിൽ. അപ്പം ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ, അതാണ് പ്രയോറിറ്റി. നിങ്ങളുടെ കുട്ടികളുണ്ട് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ മുകളിലാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ മുകളിൽ അത്ര ശ്രദ്ധ ഇല്ല. ഇപ്പം നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ വേറെ ആരെങ്കിലും വേറെ ആൾക്കാർ പറഞ്ഞാൽ പേരൻസും സിബ്ലിങ്സൊക്കെ ഉണ്ട് വെച്ചാൽ അവരുടെ മുകളിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ പ്രയോറിറ്റി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അല്ല. പേജ് ഓഫ് ഫോൺസ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ചില കേസസിൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ അവർക്കൊരു പേടിയുണ്ട്, അത് നിങ്ങൾ ചിലപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്ന്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ഹെർമിറ്റ്.
നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായാലും ഈ പേഴ്സണ് പേടി എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ തിരിച്ചു വരില്ല എന്ന്, അങ്ങനെയും ഒരു ഫീലിംഗ് ഉണ്ട് ഈ പേഴ്സണിന്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അവർ ഇൻസെക്യൂറാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ മ്യൂച്വൽ എനർജി. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ഫോക്കസ് വേറെ കാര്യങ്ങളാണ്, പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണേ. ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ലവും റൊമാൻസ് അല്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ നോക്കും. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പോൾ ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങളുടെ കരിയർ, അവരുടെ കരിയർ, അതായിരിക്കും ഇപ്പോൾ കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണേ. അതിൻ്റെ കാരണം ഇവിടെ ഒരു പുതിയ ജോലിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അപ്പോൾ അതിന് പറഞ്ഞാൽ അതിലാണ് നിങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഉള്ളത്. ലവും റൊമാൻസ് അത്ര ഫോക്കസിലല്ല. പക്ഷെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. പേജ് ഓഫ് കപ്സ്. വേറെ എനിക്ക് കാര്യം പറയാൻ എന്താ വെച്ചാൽ ഇവിടെ വേറെ ഒരു പേഴ്സണും കാണാണ്ട്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഇപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അപ്പോൾ തേർഡ് പാർട്ടി ആണ് വെച്ചാൽ ഇതൊരു മദർ ഇല്ലച്ച വൈഫിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം കൂടിയും ഈ റിലേഷൻഷിപ്പിലൊരു കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും, ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കാരണം ഇവിടെ കുറേ ബ്ലോക്കേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫീലിംഗ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷേ പേജ് എനർജിയാണ്, ഒരു ക്രഷിൻ്റെ എനർജിയാണ്, അതൊരു ഇൻഫാച്വേഷൻ്റെ എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് പേജ് ഓഫ് കപ്സ്. നിങ്ങൾ ഈ പേഴ്സണെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറേ ബാഗേജ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മുമ്പേ തൊട്ടിട്ട് തന്നെ അറിയാം, നിങ്ങൾ പരിചയം ഉണ്ട് വെച്ചാൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് മുമ്പേ തൊട്ടിട്ട് തന്നെ ഉണ്ട് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ ബാഗേജ് ഉണ്ട്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. ഈ സമയത്ത് അവർ ഞാൻ പറഞ്ഞ മാതിരി ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ് ഈ പേഴ്സൺ. പക്ഷേ അവരവരുടെ ഇമോഷൻസ് കാണിക്കുന്നില്ല. അവർക്ക് ഡീപ്പ് ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ഈ സമയത്ത് അവരത് ഇമോഷൻസ് എക്സ്പ്രെസ് ചെയ്യുന്നില്ല. ടവർ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ ബിഹേവിയറിലും കുറേ മാറ്റമുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ്, അവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇൻറ്റൻഷൻ ഇവിടെ നിങ്ങളുടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്യാനാണ് നോക്കണത്. നിങ്ങളുടെ ലൈഫിൽ ജോലി, ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യണു, ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കണു, എല്ലാം സ്ഥലത്തും ശ്രദ്ധിക്കാൻ നോക്കണു. പറഞ്ഞാൽ ലവും റൊമാൻസ് മാത്രമല്ല, മറ്റേ പ്രാക്ടിക്കൽ കാര്യങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കണു. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസ്റ്റേബിലിറ്റി ഉണ്ട്. ഈ ഇൻസ്റ്റേബിലിറ്റീനെ നിങ്ങൾ സ്റ്റേബിലൈസ് ചെയ്യാൻ നോക്കണു. ഈ പേഴ്സൻ്റെ ഉള്ളിലത്തെ ഈ ഫിയർ, ഇൻസെക്യൂരിറ്റി, അത് നിങ്ങൾ മാറ്റാൻ നോക്കണു. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കണു, കുറച്ചുകൂടിയും ഒരു കാം എനർജിയിലേക്ക് പോകാൻ നോക്കണു, ഈ റിലേഷൻഷിപ്പിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ നോക്കണു. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഹീൽ ചെയ്യാനാണ്. സ്റ്റാർ അക്വേറിയസ് എനർജി. അവർക്ക് ഈ ഇഷ്യൂസിനൊക്കെ ഹീൽ ചെയ്യണം, നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം. പക്ഷെ അവർ കൺഫ്യൂസ്ഡാണ്. അവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ സൈഡിലാണ് തേർഡ് പാർട്ടി. ഇവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ജസ്റ്റിസ് ലീബ്ര എനർജിയാണ്. അപ്പോൾ അവർ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ബാലൻസ് ഔട്ട് ചെയ്യേണ്ടതെന്ന് ആണ് അവർ ശ്രമിക്കണേ. പറഞ്ഞാൽ അതാണ് അവരുടെ ഇൻറ്റൻഷൻ. അത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫെയർനെസ് വേണം, ഒരു ബാലൻസ് വേണം. നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി സമയം കിട്ടുമ്പോൾ ഉടനെ ഈ പേഴ്സണെ ആ അറ്റൻഷൻ തരാൻ പറഞ്ഞാൽ റെഡിയാണ്. നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും. നിങ്ങളുടെ സൈഡിൽ നിന്ന് എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ അതൊക്കെ ശ്രമിക്കും.
6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഹാങ്ഡ് വൺ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരു പോസ് ഉണ്ട്, പറഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലൊരു എൻഡിങ് മാതിരി കാണുന്നുണ്ട്. പക്ഷേ ഈ ഇംബാലൻസിനെ നിങ്ങൾ ബാലൻസ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണുന്നത് ഒരു പേഴ്സൺ എപ്പോഴും കുറച്ചൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളാണ് എഫേർട്ട് ഇടണത്. ഈ പേഴ്സണിൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഇല്ല. അത് മാത്രമല്ല ഇവർ തേർഡ് പാർട്ടിയിലാണെന്ന് വെച്ചാൽ ഇവിടെ ആ കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങളാണ് എല്ലാം സാക്രിഫൈസ് ചെയ്യണത്. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് കൂടുതൽ ഈ സാക്രിഫൈസ് കാണുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു അറ്റൻഷനും ഇല്ല. അപ്പോൾ അങ്ങനത്തെ എനർജി ഉണ്ടാകുമ്പോൾ നിങ്ങളും കുറേ ഡ്രെയിൻഡ് ഔട്ട് ആവണു. നിങ്ങൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലത് നടക്കുന്നുണ്ടാവും. ഇത് വർക്കൗട്ട് ചെയ്യുമോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യണത് എല്ലാം നിങ്ങൾ ചെയ്യും, നിങ്ങൾ എഫേർട്ട് ഇടും. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇത് വർക്കൗട്ട് ചെയ്യില്ല വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്യാൻ നോക്കും. ഈ പേഴ്സണിൻ്റെ എനർജി ആക്ഷൻ ചാരിയറ്റാണ്. ഇവരുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാം, അതല്ല വെച്ചാൽ അവരുടെ വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിൽ പോവാനുള്ള ചോയ്സ് ഉണ്ട്. പക്ഷേ ആ ചോയ്സ് ഇവർക്കാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളുടെ കൂടെയാണോ അവർക്ക് ഫ്യൂച്ചർ വേണ്ടേ, മറ്റേ പേഴ്സൻ്റെ കൂടെയാണോ ഫ്യൂച്ചർ വേണ്ടതെന്ന് ആ തീരുമാനം ഇവരുടെയാണ്. ആ സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ടാവും. അവർക്ക് ആ ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. ഔട്ട്കം 4 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ എവിടെയോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസ് കുറയാൻ തുടങ്ങണം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറേ ഇതിൽ എഫേർട്ട് ഇട്ടുണ്ട്. പക്ഷേ അറ്റ് സം പോയിൻറ്റ് ഇതൊരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കണം. ഇതിലൊരു സൊല്യൂഷൻ ഇല്ലാത്ത മാതിരി നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെച്ചാലും ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത മാതിരി. മജീഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് അത് ഇവിടെ ഉണ്ടാവില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി വേണം, ഒരു ഫ്യൂച്ചർ വേണം, അതൊക്കെ ആയിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിവിടെ നടക്കുന്നില്ല. അപ്പോൾ എന്താ വേണ്ടേ, അതാണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ്, അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ആ തീരുമാനം എടുക്കുന്നത് നിങ്ങൾ രണ്ടാളുടെയും ആയിരിക്കും. പറഞ്ഞാൽ അതെല്ലാവർക്കും വേറെ മാതിരിയാണ് ഈ ഡിസിഷൻ ഉണ്ടാവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒരു ഔട്ട്കം പറയാൻ ഡിഫിക്കൾട്ടാണ്. നിങ്ങൾക്ക് വേണിച്ചൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്ത് എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അത് പേഴ്സണൽ റീഡിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സ്, അവരുടെ മനസ്സിലുള്ള തോട്ട്സ് ഈ സമയത്ത്. ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു സെപ്പറേഷനിലാണ് വെച്ചാൽ ഇവർക്ക് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. യു ആൻഡ് ഐ വർ ടു യങ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായി, ലീബ്ര, അക്വേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. ഇതൊക്കെയാണ് മേജർ സൈൻസ്. വെർഗോ ഉണ്ട്. അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ അതുവരെ ടേക്ക് കെയർ.